മക്കൾക്ക് പഠിപ്പിച്ചു നോക്കുമ്പോ ഇന്ന് മക്കൾ ആരുടെയും കൺട്രോളിലില്ല. ഉമ്മക്ക് കൺട്രോൾ ആക്കാവില്ല, അപ്പ ചൊന്ന പോലെ കേക്കില്ല. എത്ര ചെറിയ 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 വിഷയത്തിന് പോലും എന്മേലൊക്കെ മൊബൈൽ നോക്കിയെങ്കിൽ അത്ര ഉപ്പ പറഞ്ഞതിന് വേണ്ടി ടോയ്ലറ്റിൽ പോയി പിനായിലെടുത്ത് കുടിച്ച പൊന്നുമോള് നമ്മുടെ ജില്ലയിലാണ്. ഉമ്മാക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഉപ്പക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ മക്കളെ വളർത്താൻ പാടുള്ളതല്ല. മക്കളെ ശരിയായി വളർത്തണം. അവർ മദ്രസ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. മറ്റു സമുദായത്തിലെ പെൺമക്കൾ പോലും നാണിക്കുന്ന രൂപത്തില് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുടെ അവസ്ഥയാണ്, ഉസ്താദ് ഞങ്ങളുടെ സമുദായത്തെ മക്ക റിക്ഷത്തുക്ക് പത്തിയണ്ട് കണ്ടെങ്കിൽ അങ്ങനെ സബ്ജക്ട് അങ്ങനെ ചർച്ച അങ്ങനെ പലക്കെ കേൾക്കുമ്പത്തുക അർസമുണ്ട്, ബേജാറാവിടും. അന്യ സമുദായത്തെ മക്ക ഞങ്ങൾ രക്ഷയിൽ പണ്ടാറ് പത്തിയിട്ടില്ലോടത്തോളം ഒരു പലക്ക ഒരു വേണ്ടാത്തത് ഒരു അനാവശ്യക്ക അങ്ങനെ ബായിൽ വരാത്തപ്പ. ഈ സമുദായത്തെ ബുർക്കയിട്ട മക്ക എന്തേ ഇങ്ങനെ വാള് ജാസ്തിയായിട്ടാ, മദ്രസത്തെ പഠിപ്പ് ജാസ്തിയായിട്ടാ, ഉമ്മപ്പടെ സ്വഭാവ സരില്ലാത്തമ. എന്താണ് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മക്കളെ ദീനിയായിട്ട് വളർത്തണം. അവർക്ക് ദീനിന്റെ മണമിട്ട് കൊടുക്കണം, അള്ളാന്റെ സ്നേഹമിട്ട് കൊടുക്കണം. പർച്ച പടച്ച റബ്ബറൊട്ടുള്ള പിർസ, കൃത്യമായ നിസ്കാര, അവരോടുള്ള നസീഹത്ത്, അവർക്കുള്ള പിരിസും എല്ലാം ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഐഫോൺ എടുത്തു കൊടുത്തത് കൊണ്ടോ, ലാപ്ടോപ്പുകൾ ഗിഫ്റ്റ് ചെയ്തത് കൊണ്ടോ, അവൾ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ടോ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഉമ്മയും ഉപ്പയും ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടായി. മകളുടെ മകന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഉപ്പയാകണം, ഉമ്മയാകണം. അടുത്തിരുത്തണം, താലോലിക്കണം, അവരെ ഉമ്മ വെക്കണം, തമാശ പറയണം, ചോദിക്കണം, അറിയണം, അതെല്ലാം വേണം. നല്ലോണം ജാഗ്രതയുണ്ടാകണം. അതവർക്ക് കിരികിരി എന്ന് തോന്നാൻ പാടില്ല, അല്ലേ? മക്കളെയൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ഒരേ മോളു അന്യ സമുദായത്തെ ചെറുക്കറൊട്ടുകു 4 വർഷത്തോ അവൾക്ക് തീരാത്ത പ്രണയം, അല്ലേ? സമാക്കൊക്കെ വിളിച്ചിട്ട് കൗൺസിലിംഗ് ആക്കുമ്പോ, മോളെ നിന്റെ അബ്ബക്ക് നിന്റെ ഉമ്മക്ക് ഒരേ ഒരു മോളല്ലേ, നീ അബ്ബരൊട്ടുക പിർസ കാട്ടണ്ടേ, ഉമ്മരൊട്ടുക പിർസ കാട്ടണ്ടേ. ഈ പൊന്നുമോളുടെ അവളുടെ മറുപടി ആൻസർ, ഉസ്താദ് നണ്ടങ്ങക്ക് ആറാക്കില്ല, നണ്ടൊട്ടുകങ്ങക്ക് പിർസില്ല, നണ്ടൊട്ടുകങ്ങക്ക് പിർസില്ല, നണ്ടങ്ങ മൈണ്ടാക്കില്ല. ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സ് ആവാൻ പാടില്ല. നല്ലോണം മക്കളോടുള്ള കെയറിങ് നല്ലോണം ഉണ്ടാകണം, ജാഗ്രതയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, ഗിഫ്റ്റ് കൊടുക്കണം, സമയത്തിനും ഏജിനും അനുസരിച്ചുകൊണ്ടുള്ള സമ്മാനങ്ങളാകണം. കെട്ടിപ്പിടിക്കണം, അടുത്തിരുത്തണം, തലോടണം, ഒരുമിച്ചിരുന്ന് കുടുംബജീവിതത്തിന്റെ സീക്രട്ടുകൾ മഹാന്മാര് പറയുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് ഒരേ സുപ്രയിൽ ഒരേ ടേബിളിൻപുറത്ത് ഉമ്മയും ഉപ്പയും മക്കളും കുടുംബവും ഭക്ഷണം കഴിക്കണം, അല്ലെ? ഫുഡ് കഴിക്കുമ്പോ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. മക്കള് വഴിതെറ്റാതിരിക്കാൻ, വൈഫ് വഴിതെറ്റാതിരിക്കാൻ, ഭർത്താവിന് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നാതിരിക്കാൻ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും ഫുഡ് കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടാകണം. ഒട്ടുകുതച്ചിട്ടുള്ള അതൊരു ബറക്കത്ത്, ഒരു സന്തോഷ, ഒരു റാഹത്ത്. മൊബൈലല്ല എടുത്തിട്ട് ഒരു വീഡിയോ നോക്കിരെ ഫുഡ് തിന്ന ടൈമാകുമ്പോ എല്ലാവരും മൊബൈലൊരു കുരിയലിട്ടിട്ട് സൈഡ്, ആർക്കും പിന്നെ മൊബൈലില്ല. ഈ പോലത്തെ ഒരു സംവിധാനം ഞങ്ങൾക്ക് വേണം, അല്ലേ? ഇത് അബ്ബ വേരമേ ഫോണിൽ വണ്ടിയുണ്ട്, ഉമ്മ വേരമേ ഒരു സൈഡില്, മക്ക വേരമേ. ഇങ്ങനെ അവർ ഭിന്നിച്ചു പോയാൽ അവരുടെ മനസ്സുകൾ ഭിന്നിക്കുകയാണ്. ഭാര്യയുടെ മനസ്സ് ഭിന്നിക്കുന്നു, ഭർത്താവിന്റെ മനസ്സ് മാറുന്നു, മക്കൾക്ക് ഈ ഉമ്മയും ഉപ്പയും വേണ്ടാന്ന് തോന്നുന്നു. ഒരുമിച്ചിരുന്ന് ഒട്ടുകുതച്ചിട്ടുള്ള ഫുഡ് എടുക്കുന്ന പോലത്തെ പരിസ്ഥിതി ഞങ്ങളെ ഒത്തുക വേണോ? കുടുംബത്തില് ഭാര്യയും ഭർത്താവും മക്കളും ഒട്ടുകുതച്ചിട്ട് ദ്വാരക്കട പോലത്തെ ഒരു പരിസ്ഥിതി വേണു. ഒരുമിച്ചിരുന്നിട്ട് ദ്വാരക്കണം. ആ ദ്വാരക്കുമ്പോ മക്കൾ ഭർത്താവിടെ പോലെ പഠിച്ചോനെ, നന്റെ ഉമ്മ ഞങ്ങൾ കഷ്ട വന്നത്, അബ്ബ കഷ്ട വന്നത്, അങ്ങക്ക് ദ്വാരന്നിട്ട്
പഠിച്ചോനെ ഞങ്ങളെ മക്കളെ നീ ഇങ്ങനെ മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കുന്നത് ഈ മക്ക കേൾക്കുമ്പോ ആ മക്കക്ക് അല്ലേ പഠിച്ചോനെ നിന്റെ മക്കൾക്ക് വേണായിട്ട് കഷ്ടപ്പെന്നോണ്ടുള്ള നിന്റെ മക്കളെ സക്സസ് ആവും, അങ്ങനെ ലൈഫ് സക്സസ് ആവൂ, ലൈഫ് സെറ്റിൽ ആവൂ. ഇത് വേണായിട്ട് ജാവും പോലും ഉറക്കൊഞ്ഞ് കഷ്ടപ്പെന്നോണ്ടുള്ള റബ്ബെ മക്കളെ സ്വാലിഹീങ്ങളാക്കിത്ത ഈ മക്കളെ ദൈപ്പാട്ടിട്ട് അപ്പ ദ്വാരക്കുമ്പോ ഉമ്മ ദ്വാരക്കുമ്പോ ഈ മക്കളുടെ മനസ്സിലേക്ക് അത് കയറാതിരിക്കൂല. ഒരുമിച്ചിരുന്ന് ദ്വാരക്കണം. അങ്ങനെ ഒരുമിച്ചിരുന്ന് ദ്വാരക്കുമ്പോ അസ്വലാത്തുമാ ഒരുമിച്ചിട്ട് നിസ്കരിക്കണം. ഔത്തു നിസ്കരിക്കര ഉമ്മ പെൺമക്കളെ വിളിച്ചിട്ട് ബാ ഇമാം ജമാഅത്തായി നിസ്കരിക്കുക, ഒട്ടുകു നിസ്കരിക്കുക. ഈ മക്കളോട് കൂടെ നിസ്കരിക്കണം. പള്ളിയിൽ പോകുമ്പോ അപ്പ മക്കളെയും വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവരാകണം. അല്ലേ, അബ്ബ പള്ളിക്ക് പോകുന്നുണ്ട്, ആചാറ് പള്ളിക്ക് വരുന്നുണ്ട്. ആചാര മോന് ബേജാറിൽ ഉറങ്ങിയിട്ടുണ്ട്, സുബഹിക്കടിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഹദ്ദാദില്ല, ദിക്റില്ല, സ്വലാത്തില്ല. നിസ്കരിച്ചെങ്ങന്റെ ഇല്ലെങ്ങന്റെ, പോയെങ്ങന്റെ പോയില്ലെങ്ങന്റെ, വന്നെങ്ങന്റെ വന്നില്ലെങ്ങന്റെ. അതാണ് വഅദിന്റെ സദസ്സിൽ ബാല്യക്കാറില്ല. ദിക്റിന്റെ സ്വലാത്തിന്റെ വൃദ്ധായുടെ മജ്ലിസുകളിൽ ബാല്യക്കാർ ചെറുപ്പക്കാരെ കാണാനില്ല. ബാലക്കാർ മക്ക ഇതെവിടെയുമില്ല. കളിയുടെ വേദിയില്, യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, ഓൺലൈൻ ഗെയിമില്, ബെറ്റിംഗില്, കള്ള ഹറാമായ ചില ട്രേഡിങ്ങുകളില് സുസൈഡ് ചെയ്യാൻ അവസരങ്ങൾ ഒരുക്കി വരുന്ന എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, തടിയെ നശിപ്പിക്കാൻ പാടുള്ളതല്ല, ആത്മഹത്യ ചെയ്യാൻ, സുസൈഡ് ചെയ്യാൻ ഈ സമുദായത്തിലെ യുവതികളിലും യുവാക്കളിലും പണ്ട് കേട്ടിട്ടുണ്ടായിട്ടില്ല. പണ്ട് ഈ സമുദായത്തിൽ ആരും ആത്മഹത്യ ചെയ്യാറുണ്ടായിരുന്നില്ല. സുസൈഡ് അങ്ങനെ ഒരു ചിന്തേ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ലവ് ഫെയിലായി പോയാൽ, അതല്ല കഞ്ചാവിന്റെ പേരിൽ, അതല്ല റൗഡിസത്തിന്റെ പേരിൽ, അതല്ല മറ്റുള്ള ചില ഓൺലൈൻ ഗെയിമിലൂടെ, അതല്ല ഇന്നല്ലെങ്കിൽ നാളെ പണക്കാരനാകണം, പെട്ടെന്ന് പൈസക്കാരാവണം, അതിനു വേണ്ടി പോയി കടമായി നാട് വിടേണ്ട പരിസ്ഥിതി, അവസാനം സുസൈഡിൽ അവസാനിപ്പിക്കുന്ന ജീവിതമാണ്. MBBS പഠിച്ചു പാസ്സായ ഈ സമുദായത്തിലെ പൊന്നുമോള് 5 കൊല്ലത്തെ ലവ് പ്രണയം അവസാനം മങ്ങിലാവുകൂ. ആ ഡോക്ടറായോണ്ട് ഡിമാൻഡ് വെച്ച 1 കോടി ഉറുപ്പിടെ ആസ്തിക ഡിമാൻഡ് വെച്ചപ്പ ഈ പഠിച്ചിട്ട് ഡോക്ടറായ ഈ സമുദായത്തെ പെണ്ണ് ആത്മഹത്യയാക്കിയാൽ. പഠിപ്പുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, തിരിച്ചറിവില്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല. ഈ 5 കൊല്ലത്തെ പ്രണയത്തിന്റെ റിസൾട്ട് എന്നാണോ ആ പെണ്ണ്, ആ കുടുംബത്തിന്റെ ആശ, ആ നാട്ടുകാരുടെ സന്തോഷം സുസൈഡിലൂടെ ജീവനൊടുക്കിയിട്ട്, ആത്മഹത്യയിലൂടെ ജീവനൊടുക്കിയിട്ട് ആ കുടുംബത്തിന്റെ ഇസ്സത്ത് അവൾ കെടുത്തിയില്ലേ? പൊന്നു ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, ഉമ്മാക്കും ഉപ്പാക്കും ശാപമാകരുത്. ഉമ്മയും ഉപ്പയും മക്കളെ നല്ലവണ്ണം നല്ലോണം ജാഗ്രതയോടെ സ്നേഹത്തോടെ മക്കളെ വളർത്തണം. ബാബാ ഫരീദുദ്ദീൻ മസൂദ് വജൂദ് ഹനി കഞ്ചിശക്കർ മഹാനവരുകളുടെ ഉമ്മ, ഫരീദ ഔലിയ എന്ന് വിളിക്കാറുള്ള മഹാന്റെ ഉമ്മ, ആ ഉമ്മാക്കൊരേ ഒരു മകനാണ്. ആ മകനെ ഉമ്മ സുബഹി ബാങ്കായ ഉടനെ ഉമ്മ ഔത്തുൽ നിസ്കരിച്ചിട്ട് ഈ കിടാവുരെ വിളിച്ചോണ്ടോ പള്ളിരമുട്ട ഇമാം ജമാഅത്ത് വിളിച്ച വന്നിട്ട് ഒരു മർത്താർക്കിൽ സൈഡിൽ മോന് നിസ്കരിച്ച് ബറോടത്തോല കാത്തു തെച്ചിട്ട് ഈ ഉമ്മ ചെറിയ മോന്റെ ബൽത്തിയിട്ട് ആ ഉമ്മക്ക് ഒരേ ഒരു ആസ, നന്റെ മോണ് ആലിമാവണു, നന്റെ മോണ് ദീന് പഠിക്കണു, നന്റെ മോണ് ഉപകാരപ്പെട്ട പോലത്തെ ദ്വാരക്കിടൊരു മോണാവണു. ആ മോന്റെ ബൽത്തിയ ഉമ്മ അവസാനം ബാബാ ഫരീദ് തങ്ങള് വലിയ മഹാനായി, ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച മഹാനായി. ആ ഉമ്മയുടെ ത്യാഗമാണ്. അതുകൊണ്ട് ഉമ്മ ഉപ്പ രണ്ടാളും മക്കളെ നല്ല വഴിയിൽ കൊണ്ടുപോകണം. മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആലോചിക്കണം. പൊന്നുമക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്തിട്ട് വിട്ട് അവർ എവിടെല്ലോ പോയി ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയാ ഷഹീദിന്റെ കൂലി കിട്ടൂല. അവരുടെ ഏജ് നോക്കണം. അവിടത്തെ നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ നമ്മുടെ മക്കൾ, അല്ലേ, മുട്ടെടുത്ത പറകൂ, പാലെടുത്ത പറകൂ, ചെറിയ മക്കളെ കയ്യിൽ സ്കൂട്ടി കൊടുത്തു വിട്ടെങ്കിൽ
നന്റെ മോള് പോയി വേണ്ട, നന്റെ മോള് പോയി വേണ്ട, ആള് കോളേജ് കത്തിലേ പോണ്ടേ. എവിടെയെങ്കിലും അപകടത്തിൽ മരിച്ചു പോയാൽ, ഈ മക്കൾ അപകടത്തിൽ മരിച്ചു പോയാ ഉമ്മക്കും ബാപ്പാക്കും അതിന്റെ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. മക്കളെ നല്ലോണം ജാഗ്രതയോടെ വളർത്തണം. നാളെ നിന്റെ മക്കളെ പറ്റിയിട്ട് അല്ലാഹു തആല മഹ്ശറിൽ ചോദിക്കും. നിന്റെ മക്കള് ചെയ്ത എല്ലാ നന്മകൾക്കും നിനക്ക് കൂലിയുണ്ട്. നിന്റെ മക്കള് തിന്മ ചെയ്തു, ബെടക്ക് ചെയ്തു, ഹറാമ് ചെയ്തു, വേണ്ടാത്തരം ചെയ്തു, ഇത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഞാൻ നല്ലവനാണ്, ഞാൻ ആചാറാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വടകര മമ്മദാജുപ്പാപ്പാട് ഒരാള് പോയിട്ട് പറഞ്ഞു, വടകര മമ്മദാജുപ്പാപ്പ വലിയാണ്, മഹാനാണ്. ഓ മഹാനെ, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല, ദ്വാരക്കണം. അദ്ദേഹം പറഞ്ഞു, നിന്റെ നാട്ടിൽ ഹജ്ജിന് പോകുന്നവരോട് നീ ദ്വാരപ്പിക്കണം. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം നാട്ടിലേക്ക് വന്നു. ഔത്തുക്ക് വന്നിട്ട് ആ വർഷം ഹജ്ജിക്ക് പോണ്ടേ, ഹജ്ജിക്ക് ഭർത്തായ ആളിട്ട് പോയിട്ട് ആചാർ നിങ്ങ ഹജ്ജുകളിൽ പോയിട്ട് കഅബത്തവിടെ നക്കും നല്ല മക്കാവ് വേണായിട്ട് നിങ്ങ ദ്വാരക്കണു, മക്കാവ് വേണായിട്ട് ദ്വാരക്കണു. അപ്പ ഹജ്ജിക്ക് ഭർത്തായ മനുഷ്യ ഇതാ നാ ഒരു ബിസിയെ ചൊന്നോണ്ടുള്ളേ നക്കങ്ങാനും ഇസ്ലാമുദ്ദീനില് മക്കളെ കൊല്ലുടെ പോലത്തെ ഒരു പരിസ്ഥിതി ഇന്നരെങ്ക് അങ്ങനെ നാ മനസ്സിൽ വിചാരിച്ചു പോയെ. മക്ക വേണ്ട, നിന്റെ മക്കളെ കൊണ്ട് നാ സ്വത്തുര, നക്ക് നിന്റെ മക്കളെ കൊണ്ട് ഇസ്സത്ത് പോയിര്, മക്കാവ വീണായിട്ട് നാനാറുകൊന്നും ദ്വാരക്കില്ല. അങ്ങനെ ചൊന്നപ്പോ ഈ മനസ്സ് കിണ്ടുകും മക്കായിട്ടില്ല. പക്ഷെ ആ മനുഷ്യരെ മനസ്സിലൊരു ബേജാറിന്ത്, മക്ക ഇല്ലല്ലേ ഒരു ബേജാറ്. അയാള് ചൊല്ല സുറുവാക്കിട്ട് ആ ഹജ്ജ് പോണ്ടെ മനുഷ്യ എപ്പ നണ്ടൊട്ടുക്ക് ചൊന്നുറ, നന്റെ മക്കളെ കൊണ്ട് നാ സ്വത്ത് പോയിര, നക്ക് മക്ക വേണ്ടാണ്ട് വിചാരിച്ചിര, കൊല്ലുവാണ്ട് വിചാരിച്ച്. ഇതല്ല കേൾക്കുമ്പത്തുക ഈ മനസ്സ് ചൊല്ലറു നക്കയിൽ പിന്നെ മക്ക വേണോണ്ടൊരാശ വന്നിട്ടില്ല. ഇതുപോലെ ഉള്ള മക്കൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ആൺമക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, പെൺമക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്കൊക്കെ ഒരു വേർതിരിവുണ്ട്, ആണ് പെണ്ണ് അല്ലെ. ഇന്ന മക്കൾ ഇതില് ഞങ്ങൾക്കൊരു യാര കൊറോടി കബാബ് പീസ് വെല്ലത് മോണുകു അല്ലെ, മോളുകു ചെറിയത്. പെൺമക്കളിട്ടുകു ക്ലാസ് എടുക്കുമ്പോ ഉപ്പ കേട്ടെങ്കും ഉമ്മക്ക് ആറൊട്ട പിർസാണ്ട് കേട്ടെങ്ക് മൂത്തോണ്ടട്ടെ എല്ലവണ്ടട്ടെ, ആൺമക്കളിട്ടുകെ പിർസാൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല. ഉമ്മാക്കും ഉപ്പാക്കും എപ്പോഴും പിർസ പെൺമക്കളോട് തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ മങ്ങിലാവണം. മങ്ങിലായാൽ പിന്നെ അത് കറക്റ്റ് അറിയുന്നത് എങ്ങനെ, പെൺമക്കളോടാ പിരിസ, ആൺമക്കളോടാ പിരിസാൻ. ഏതുമാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കൾക്ക് തോന്നണം ഉമ്മക്ക് നണ്ടിട്ടുക പിരിസമുണ്ടു, അബ്ബക്ക് നണ്ടിട്ടുക പിരിസമുണ്ടു. 7th പഠിക്കുന്ന മക്ക ഇന്ന് കഞ്ചാവിന്റെ പിന്നിലാണ്. എത്ര വയസ്സാണ്? 16 വയസ്സുള്ള ഒരു മോളെ വയറുവേദന കൊണ്ട് മാംഗ്ലൂരിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് 6 വർഷത്തെ പെണ്ണ്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞത് അവളെ ഭയത്തിൽ ലഹരിയുണ്ടു അല്ലേ. ഇന്ന് ഗാഞ്ചയും മറ്റുള്ള ഒരുപാട് ലഹരികൾ, പേരൊന്നും പറയുന്നില്ല, കൂലിയുള്ള വിഷയമല്ലല്ലോ. ആൺമക്കളും പെൺമക്കളും വഴിതെറ്റിയിട്ട് ഇന്ന് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറയിലെത്തുമ്പോ റബ്ബനാ അല്ലാഹുരൊട്ട് വിളിച്ചിട്ട് മക്ക സാപ്പ വയ്ക്കൊരു ടൈമുണ്ടോ, അല്ലാ അല്ലാ നാണിങ്ങനാവുകു കാരണം നന്റെ ഉമ്മ, നാണിങ്ങനാവുകു കാരണം നന്റെ അബ്ബാ എന്നെങ്ങാനും മക്കൾ പറഞ്ഞു പോയാൽ, ഈ മക്കളെ കൊണ്ടിട്ട് ഉമ്മയും ഉപ്പയും നരകത്തിൽ പോകുന്നൊരവസ്ഥ വന്നാൽ മഅദല്ലാഹ് നഊദു ബില്ലാഹ്, അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളോട് നല്ല പിരിസമുണ്ടാകണം അല്ലേ. ആൺമക്കൾക്കല്ല വേഗം മങ്ങിലാക്കി കൊടുക്കണം. ആൺമക്കൾ വേഗം മങ്ങിലാവണം. ഒരു 25 വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ആൺമക്കളുടെ മംഗലം കഴിയണം. ഇപ്പൊ ഉമ്മക അബ്ബകല്ല ബേജാറ് യാറെ പെൺമക്കളെ വിഷയത്തില്. ഓലുക എന്താക്കടി, ഓളുക ഒരു മങ്ങിലാക്കണ്ടേ. മോണുണ്ട്, മോന്റെ വിഷയമുണ്ട, മോന്റെ വിഷയമേ ഇല്ല. എവിടെ വേഗം പാലക്കാർ വാതല്ലാക്കിയ പിന്നെ ഉസ്താദ് ആവട്ട് നിങ്ങൾ ഞങ്ങളെ ഓർമ്മയാക്കിയാറല്ലേ, ഉമ്മക്ക് ഓർമ്മയില്ലാന്ത് അബ്ബക്ക് ഓർമ്മയില്ലാന്ത് ഇത്ര ബൽനിറാണ്ട് അങ്ങ് വിഷയമേ വന്നില്ല. പിന്നെ കേട്ടെങ്കിൽ ഇല്ലമ്മ ഉണക്ക് ബേസായിട്ടില്ല, ബൽനിര മാത്രാണ് തെങ്ങ് ബലന പോലെ ബൽനിര മാത്രം ഉണക്ക് ബേസായിട്ടില്ലാണ് ഹൈക്കുന്ന ഒരു വാതിൽ ചൊന്ന് ബേസായിൽ പിന്നെ
ബേസാൽ പിന്നെ മങ്ങിലാക്കറല്ല, പിന്നെ മരിച്ചിട്ട് കബറിൽ കൊണ്ടേ കിടത്തര, പിന്നെ മങ്ങിലാക്കുകയില്ല. അപ്പൊ പെൺമക്കളെ കൊടുക്കുമ്പത്തും ചെറുക്ക ഏജ് എത്ര ഏജ് ತೊಂದರಿಲ್ಲ, ಏಜ್ ತಲ್ಲಿ 6 ಆಂಟು ಓಲೆ ಮೂತೋണ്ടുಂಟು, അതിനായിട്ട് 4 ഏജ് ജാസ്തി ആയതുണ്ട്, അത് ഓർമ്മയില്ല അബ്ബക്ക്. മോളെ കൊടുക്കുമ്പത്തുകു ഏജ് ഭയങ്കര ബിസിയാ, മോണ്ട മങ്ങിലാക്കുമ്പത്തുകു ഏജിന് ബിസിയില്ല. ആ രൂപത്തിലാവരുത്. ആണിനും പെണ്ണിനും ആ സ്നേഹം എന്നുള്ളത് ഉമ്മയിൽ നിന്ന് കിട്ടണം, ഉപ്പയിൽ നിന്ന് കിട്ടണം. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. മക്കൾക്ക് ഹറാമുകളിലേക്ക് കാരണമാവരുത്. ചെറിയ മക്കളിൽ ഫോൺ കൊടുക്കരുത്. അവർ യൂട്യൂബിന്, മൊബൈലിന്, സോഷ്യൽ മീഡിയകൾക്ക് അവർ അടിമകളാകുന്ന പോലെ അല്ലേ. 3ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. 6 വയസ്സുള്ള മോന് മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ കേരളത്തില് ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരുമിച്ചിരുന്ന് ഖുർആനോത്, ഒരുമിച്ച് നിസ്കരിപ്പിക്ക്, പൊന്നുമക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മക്കൾക്ക് യൂസുഫ് നബിയുടെ ചരിത്രം അറിയില്ല, സുലൈമാൻ നബിയുടെ ചരിത്രം അറിയില്ല, മൂസാ നബിയുടെ ചരിത്രം അറിയില്ല, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുടെ ചരിത്രം അറിയില്ല. ഉമ്മ പറഞ്ഞു കൊടുക്ക്, ഉപ്പ പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ചരിത്ര സംബന്ധമായ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഈ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള ദീനാണ്, ഇൽമാണ്. മറ്റൊന്ന് മുഹബ്ബത്തെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ നബി തങ്ങളൊട്ടുള്ള പിർസ, ആ പിർസ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെന്തും പ്രശ്നമില്ല. പിന്നെ മക്കള് വഴിതെറ്റൂല. മക്കള് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ അല്ലെ, മക്കളെ ഖൽബിലേക്ക് മുത്ത് റസൂലുള്ള കടന്നു പോയാൽ പിന്നെ ആർക്കും പഴപ്പിക്കാൻ കഴിയൂല. സ്വലാത്തിലൂടെ രക്ഷക്കുള്ള വഴിയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്ത് നല്ലോണം ചൊല്ലാം. കൗണ്ടർ മാത്രം കയ്യിൽ പിടിച്ച വയ്യാവല അല്ലെ, ഓടിയോണ്ട് പോണ്ടേ, വേറെ പോണ്ടേ. പെൺമക്ക ആൺമക്ക തസ്ബീ കൗണ്ടർ അതെന്തും ഉള്ളത് കൊണ്ടായില്ല. ഖൽബിലേക്ക് കടക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ മക്കൾ ചൊല്ലണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കണ്ട, ഈ മുത്തഅല്ലി മക്കല്ല മുണ്ടാസ് കെട്ടിയിട്ട് നല്ല മനോഹരമായ ഡ്രസ് ഇട്ടിട്ട് ആ മുത്തഅല്ലി മക്കൾക്ക് അവരുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ഒരു ആശ, എന്റെ മോണ് പഠിച്ചിട്ടൊരു ആലിമാവണു. അതൊരു വലിയ ബറക്കത്താണ്. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഡോക്ടർ ഷെയ്ഖ് ബാവാജിയോട് ചോദിച്ചു, എത്ര മുത്തഅല്ലി മക്ക ഉണ്ട്, ഫുഡ് എങ്ങനെ? എല്ലാം അൽഹംദുലില്ലാ ഇവിടെ ഉത്തല്ല കൊടുത്തോണ്ടുള്ള ഭാര്യ നല്ല സഹക്കാർ, അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഈ മുത്തഅല്ലി മക്കൾ നാടിന്റെ ബറക്കത്താണ്, നാടിന്റെ അഭിമാനമാണ്, നാടിന്റെ സന്തോഷമാണ്, ഖബറാളികൾക്ക് ആശ്വാസമാണ്. ഓരോ വീട്ടിലേക്കും ബറക്കത്താണ് മുത്തഅല്ലിം അല്ലേ. നമ്മളെ മക്കളെ പോലെ കാണണം മുത്തഅല്ലിം. ചിലല്ല അങ്ങനെ ഉണ്ട്. എന്തൊരു ബാവ മുത്തഅല്ലിമൊക്കെ തൂക്കുര വറക്ക് തൂക്കുര സുബൈക്ക് ജാഗു പോണെന്ന് കണ്ട് ഓതിയിട്ട് കിടന്ന് ഏതെങ്കിലും ഒരു മുത്തഅല്ലിമു സുബൈക്ക് വറക്ക് തൂക്കി ഇതാവല്ല വറക്ക് തൂക്കുരൻ. അങ്ങനെ ഓന്റെ മക്കമ തൂക്കുരല്ല ഒല്ലി ഫലിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. DBC ഇല്ല തപ്പിയിട്ട് അങ്ങനെല്ല ഫിത്തനാക്കുന്നവർ ഞമ്മാവോ തീര. ഫിത്തുന മുത്തഅല്ലി മക്കളെ ആക്കോ തീര, കമ്മിറ്റിക്ക് ആക്കോ തീര, രായത്തങ്ങളെ ആക്കോ തീര. ആരെ ഫിത്തനാക്കാൻ പാടില്ല. മുത്തഅല്ലിമീങ്ങൾ വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്. അല്ലാഹു തആല ദർസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കട്ടെ. ദർസിന്റെ മുത്തഅല്ലിം മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നവർ അവർക്ക് റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ഇനിയും ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെയാണ്, വലിയ ബറക്കത്താണ്. മക്കള് ദീന പഠിക്കൽ ബറക്കത്താണ്, കാവലാണ്. ഒന്ന് മയ്യത്ത് മരിച്ചാൽ അല്ലെ, ഉപ്പാന്റെ മയ്യത്തിനടുത്ത് വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന മോൻ അല്ലേ, നമുക്കൊരാശയില്ലേ? മറിച്ച അബ്ബരെ മയ്യത്ത് നിസ്കരിക്കര പോലത്തെ ഒരു മോണും മരിച്ച ഉമ്മരെ മയ്യത്ത് കുളിപ്പാട്ട പോലത്തെ ഒരു മോളും. അത് നമ്മുടെ ആശയാണ്, ആഗ്രഹമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. മയ്യത്ത് ഇതിനിടയിൽ ഗൾഫിടെ വന്നവർ മോണു മയ്യത്ത് നിസ്കാരത്ത് കൈകെട്ടിയിട്ട് നായിന്റെ പള്ളിയിൽ കൈകെട്ടിയിട്ട് 4 ആയിട്ട് 5 ആയിട്ട് 6 അല്ലാഹു നിപ്പട്ട വിഷയമേല്ലോ പെറോത്താര ബൊബ്ബിട്ട് നിപ്പട്ടിയാൽ ഉണ കേക്കറ 7 ആയിട്ടില്ലല്ലേ. 7 ഉണ് പെരുന്നാൾ കണ്ട ബന്ധ ഓർമ്മയുണ്ടോ? 7 വട്ട അല്ലാഹു അക്ബർ ആക്കിയത് 7 ആയിട്ടില്ല. എന്ത് ഗടിപിടി ആരാവും പറയുന്നത്? പിന്നെ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ഗൊന്തുണ്ട വിഷയത്തില്ല. മോണുണ്ട് നിസ്കരിക്കോ, മോണുണ്ട് മുഞ്ഞാണ്ടൊരു പക്കത്ത് മോണുണ്ട് ഇതാ കേട്ട ഗൊന്തുണ്ട ദിക്കർ ഗൊന്തുണ്ട ഔറത്ത് മറിച്ച് 2 കേട്ട പിന്നെ വല്ല പേരോചാരിയ. എങ്ങനെ ഈ അവസ്ഥയാണ്? ഗൊന്തുട്ടിലെ എന്ത് അങ്ങനത്തെ വിഷയം എന്തില്ല.
മോണ് നിസ്കരിക്കരമേ ഉസ്താദിക്കറോടെ മോണുള്ളാണ് മോണ്ടൊട്ടൊന്ന് ദ്വാരപ്പാട്ടി നോക്കണം നോക്കാം മൂന്നാമത്തെ അല്ലാഹു അക്ബർ ആക്കിട്ട് എന്ത് ചൊല്ലണം ಸುದ್ದಿಯಿಲ್ಲ ಬರ್ತಾರೆ ಮೇಲೆ ಬಿಚ್ಚಿ ಗಂಟೆ ಗೊಂತುಂಡು ಎಂದ್ರೆ 4 ತಕ್ಬೀರ್ ಇಟ್ಟಿಟ್ಟು ಸಲಾಮಿಟ್ಟೆ ಕೈತಲ್ಲ ಉಸ್ತಾದ್ ಗೊಕ್ಕು ಬಿಸಿ ಅದನ್ನ ನೋಕ್ಕು ಅದ್ರ ಎಡ್ಡೆಯಲ್ಲಿ ഓതോണ അങ്ങനത്തെ വിഷയൊന്നുമില്ല ഇങ്ങനത്തെ ആവരുത് അല്ല സാലിഹീങ്ങളായ മക്ക പിന്നെ ഒരാൾ ചൊന്നത് കേട്ടേ മയ്യത്തല്ല നിസ്കരിച്ചിട്ട് ചങ്ങായിമാരോട്ട് കേക്കറവള എങ്ങനായിരുന്നു എന്റെ മയ്യത്ത് നിസ്കാര ആരാ അബ്ബടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് മോണ് കേക്കരെ എങ്ങനായിട്ട് ഇതെന്താ ഫുഡ് തിന്നിട്ട് നല്ല ഹോട്ടലിലോട് സപ്ലൈ എങ്ങനായിട്ടുണ്ട് കേട്ട പോലത്തെ വിഷയം മയ്യത്ത് നിസ്കരിച്ചിട്ട് എങ്ങനായിട്ട് ഈ രൂപത്തിലാകാൻ പാടുള്ളതല്ല സാലിഹീങ്ങളായ മക്കളെ വളർത്തണം ഉമ്മാക്ക് ദ്വാരക്കുന്ന മക്കൾ ഉപ്പാക്ക് ദ്വാരക്കുന്ന മക്കൾ അങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുക്കേണ്ടതാണ് സാലിഹീങ്ങളാകണം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ സാലിഹീങ്ങളായ മക്കളെ കൊണ്ടല്ല ആണായിട്ട് വലിയ പ്രയോജനമില്ല പെണ്ണായത് കൊണ്ട് നഷ്ടമില്ല പെണ്ണാവലാണ് ഏറ്റവും വലിയ ബറക്കത്ത് പെണ്ണിന്റെ സന്തോഷം ആൺമക്കളെ കൊണ്ട് കിട്ടുന്നില്ല അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പെൺമക്കളെ ഗിഫ്റ്റ് കൊടുക്കുന്നു ആദ്യം അല്ലാഹു പറഞ്ഞത് പെണ്ണാണ് പെണ്ണ് ബറക്കത്താണ് പെൺമക്കള് സമാധാനമാണ് പെൺമക്കള് സന്തോഷമാണ് പെൺമക്കൾ ഐശ്വര്യമാണ് അതൊക്കെയാണ് ജാഗ്രതയോടെ പോറ്റി വളർത്തിയാൽ അല്ലെങ്കിൽ ഈ പെൺമക്ക മുസീബത്തായിട്ട് മാറും ഈ മേക്കപ്പിന് വേണ്ടി ഈ ഡ്രസ്സിന് വേണ്ടി ഈ ഫോണിന് വേണ്ടി ഈ കോഴ്സുകൾക്ക് വേണ്ടി അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മാന്റെ ഇസ്സത്ത് കെടുത്താൻ ഉപ്പയുടെ ഇസ്സത്ത് കെടുത്താൻ നാണം കെടുത്തിക്കളയാൻ ഈ രൂപത്തിലായിട്ട് മുസ്ലിം ആയെങ്കെന്ത് ഹിന്ദു ആയെങ്കെന്ത് ക്രിസ്ത്യാനി ആയെങ്കെന്ത് നിരീശ്വരവാദിയായെങ്കെന്ത് ആണല്ലേ എന്നൊരു ചിന്തയിലേക്ക് എന്നൊരു ഓർമ്മയിലേക്ക് എന്നൊരു നീയത്തിലേക്ക് ഈ സമുദായത്തിന്റെ പെൺമക്കള് വഴിതെറ്റുമ്പോ ഉമ്മ ഉസ്താദിന്റെ വയലാ മക്കള് കേൾക്കണമെന്നില്ല ഖുർആൻ ക്ലാസ് അവർ കേൾക്കണമെന്നില്ല ഉമ്മ നീ ഉസ്താദാകണം ഉപ്പാ നീ ഉസ്താദാകണം നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയാൽ നിനക്ക് നാളെ നരകമാണ് നിനക്ക് ദ്വാരക്കാൻ നിനക്ക് ഖുർആൻ ഓതാൻ നിനക്ക് സദഖ ചെയ്യാൻ ആരുണ്ട് അതുകൊണ്ട് മക്കളെ സാലിഹീങ്ങളാക്കി വളർത്തിയെടുക്കണം അല്ലാ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ അതിന് ദ്വാരക്കണം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഈ ദ്വാരക്കണം എന്നാൽ ഭാര്യ നല്ലാകുന്നു ഭർത്താവ് നന്നാകുന്നു മക്കള് സാലിഹീങ്ങളാകുന്നു ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ കൺകുളിർമയാകൽ എങ്ങനെയാണെന്നറിയോ നീ സുബഹിക്ക് 3:30 എണിച്ചിട്ട് നോക്കുമ്പോ നിന്റെ മക്ക തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആരക്കര പോലത്തെ പരിസ്ഥിതി നീ സുബഹിക്കുമെന്നോ എണിച്ചു നോക്കുമ്പോ നിന്റെ പെഞ്ഞായി നിസ്കരിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുള്ള ആള് ഉമ്മ നീ എണീക്കുമ്പോ നിന്റെ ഭർത്താവ് എണിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇത് കണ്ണുകൊണ്ട് ദുനിയാവിൽ കാണലാണ് ദുനിയാവിൽ മക്കളെ കൊണ്ടുള്ള സന്തോഷം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇതാ 2 ഗಂಟೆ എണിച്ചു നോക്കിയെങ്കും മോണ് ഉറങ്ങിയിട്ടില്ല ഓൺലൈനിലേ ഉള്ള അല്ലെ മോള് ഉറങ്ങിയിട്ടില്ലേ ഓൺലൈനിലുണ്ടോ കേൾക്കുമ്പോ പ്രൊജക്ട് ഉണ്ടോ അജക്ട് ഉണ്ടോ ഇജക്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ കാരണം അല്ലേ ഒരു ഉസ്താദിനൊട്ട് പോയിട്ട് പിന്നെ എന്ത് യാറെ കൊറടി അങ്ങ് പിന്നെ ലാസ്റ്റ് ഉസ്താദുമാരൊട്ട് പോകണ്ടല്ല ഫസ്റ്റ് പോകണ്ടല്ലേ ബാണിയാക്കിയിട്ട് പൊട്ടിയിട്ട് പാളീസായാൽ പിന്നെ ഉസ്താദ് ഒരു പോണാക്കൊറത്ത പിടിച്ചു പോയ ഉസ്താദ് എന്താക്കിയെങ്കിലും തണ്ടല്ലാണ്ട് തണ്ടിലാണ്ട് ചൊല്ലുമില്ല തണ്ടുമില്ല നിങ്ങൾ സ്വലാത്ത് ദ്വാരക്കണം 100 ഉറുപ്പ് എപ്പ ഹൈക്ക് ഓർത്തിങ്ങൾ മുന്നോല കലക്ഷൻ ആയി ഇവിടെ സഹായിക്കണു അടിക്ക് തലയിട്ടോണ്ട് മേല് തല എത്തിയിട്ടേ ഇല്ല ഫോണാളിലാക്കി അക്കൗണ്ടിൽ എന്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇത് ഫോൺ ടിക്കറ പിന്നെ ഇങ്ങനെ കൊടുക്കാത്തത് ഫോണാളിലാക്കേണ്ടത് അതൊരു ഫോണാൾ 1000 ആയിക്കട്ടെ കൊടുത്താണ് ഇല്ല അത് പോകണ്ടേ അത് പോവണേ അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ ഏതോ ആകട്ടെ ഉസ്താദിനൊട്ട് പോയി ചെന്നാൽ ഉസ്താദ് നന്റെ മോല് ഖുർആനിയുടെ ഉപദ്രവം മോല് ഖുർആനിന്റെ ഉപദ്രവം എന്ത് വിഷയ എന്നില്ല ഉസ്താദ് പോൽ മണാക്കിയതിരല്ല ജാ വർക്കിൽ മുണ്ട് വർക്ക് എന്തിനാക്കട്ടെ അയാൾ ഗൾഫിലുണ്ട് മങ്ങിലാക്കി കൊടുക്കണ്ടേ ഇപ്പൊ ഇങ്ങനെല്ലാം മുണ്ടെങ്കിലും മങ്ങിലായോ ഈ ഉമ്മമാർ എല്ലാം ബേജാറിದೆ നന്റെ മോള് പോയവിടെ എന്തിനാ അവിടെ നന്റെ മോളിಗೆ എങ്ങനത്തെ മാമി കിട്ടമാ നന്റെ മോളില് ഇതേ ടെൻഷൻ ഉമ്മ എല്ലാരും ഉമ്മാർക്കും അതേ ടെൻഷൻ അള്ളാഹു മക്കൾക്കൊക്കെ ഹൈർ നൽകട്ടെ ഏതോ ആകട്ടെ റുവാന്റെ ഉപദ്ര എന്തിനോ ഉപദ്ര
വർക്കിലുമുണ്ടത് വലിയ വിഷയം എന്തല്ല. വർക്കില് ഓരോരുത്തർ എന്തെല്ലാം ഉണ്ടെന്ന് ഗലാട്ടാക്കുന്നു. ഓരോരുത്തർ പെഞ്ഞായിട്ട് അറസ്റ്റ് വർക്കില് ഗലാട്ടാക്കിട്ട് അടിക്കുന്ന ആളെല്ലോട് ചൊട്ടിട്ടായിരുന്നു ഒക്കെ കൊന്തിയായിട്ടില്ല. പിന്നെ പോൾമൺ അടിച്ചങ്ങോള് വെക്കാല വർക്കിലെ അങ്ങ് സമാക്കാം. റുവാന്റെ ഉപദ്ര എന്ത് റുവാന്റെ ഉപദ്ര വർക്കിലുമുണ്ട്. അങ്ങനെ ഉസ്താദ് ഇസ്മു അതെല്ലാം കൊടുത്തു. ഒരു വാർത്ത ബാ നീ കുറുക്കല്ലാക്കി തണ്ടിതെല്ലാം കൊടു. പിന്നെല്ലാം ചൊന്നിട്ട് ഉസ്താദ് ചൊന്നല്ല ഒന്ന ചെറുപ്പല്ലേ മാച്ചിലെടുത്തിട്ട് 3 വട്ടം ഔത് ചൊന്നിട്ട് ഒരു അടി അടിക്കണോ വർക്കിൽ മുണ്ടുമ്പോ. പിന്നെ നോക്ക എന്താ ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾ സമാധാനത്തിന് അയാൾ 500 എടുത്തിട്ട് അയാൾ വിട്ടു. എന്തെങ്കിലും അയാൾ അല്ലെ ഉപദ്രം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. പിന്നെ ഒരു വാരം വിട്ടിട്ട് പെണ്ണിങ്ങ വന്നപ്പോ കേട്ടി എങ്ങനെ ഉണ്ടു ശരിയായിട്ട്. അതെ ഉപദ്രവിത്തതില്ല ഉസ്താദ്. ഓക്കെ എന്ത് ഉപദ്ര നോക്കുമ്പോ ഇതെന്തിന്റെ ഉപദ്ര റുവാന്റെ ഉപദ്രല്ല. ഇത് ഓളൊട്ടിക മൊബൈലിൽ ഉമ്മ വന്നില്ല. ഇത് ಬೇರಾಲೊಟ್ಟಿಗೂ ಮೊಬೈಲ್ ಎಲ್ಲ ಚೊಲ್ಟ ಎಲ್ಲ ವಿಷಯ ಎಂದ್ರಾಯಿಡು ಎಂದೆಲ್ಲ ತಿಂಡ್ರಾಲ್ ಎವಡೆಗೆಲ್ಲ ಪೊಯ್ರಾಲ್. അപ്പൊ ഉമ്മ വന്നിട്ട് ഉസ്താദ് അത് റുവാന്റെ ഉപദ്ര അല്ല ഉസ്താദ്, അത് ഇൻസാന്റെ ഉപദ്ര ഏത് ಬೇರಾലൊട്ടിಗೂ ഫോണിൽ. ഈ ഒരു പരിസ്ഥിതി ഉമ്മക്കിതര വിഷയವಂತಿക്കില്ല, അബ്ബകൊന്തിക്കില്ല. ഏതൊരു പരിസ്ഥിതിയിൽ ഞങ്ങളെ മക്ക ഉള്ള ആൺമക്ക പെൺമക്ക ഏത് ലെവലിൽ അങ്ങ് ജീവിച്ചോണ്ടുള്ള വിഷയ ഉമ്മകും അബ്ബകും ഒന്നാവാത്തൊരു പരിസ്ഥിതി വന്നെങ്കും നാളെ മഹ്ശറ വൻസഭയിലേക്ക് എത്തുമ്പോ ഈ മക്കളെ പറ്റിയിട്ട് അള്ളാഹു ചോദ്യം ചെയ്യുമ്പോ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. അത് ഫിത്നയാണ്. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കൾക്ക് നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. മക്കളെ സ്നേഹിക്കണം, മക്കളെ നല്ല കാര്യം ഉണ്ടാകണം, മക്കളുടെ നല്ല ജാഗ്രതയുണ്ടാകണം. എല്ലാ വശങ്ങളും മക്കളുടേതറിയണം, ഫർളുകൾ വീട്ടുന്നവരാകണം. എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതമാണ്. കല്യാണത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്, നിക്കാഹിലൂടെയാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് നിക്കാഹ്. കല്യാണം കഴിയുക, നിക്കാഹ് കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇന്ന് അവസ്ഥ എന്താണ്? ഞങ്ങളുടെ സമുദായത്തെ മങ്ങിലത്തെ അവസ്ഥ ഏതെല്ലാം രൂപത്തിലാണ് അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്. ഹറാമുകളിൽ നിന്ന് എല്ലാം വിട്ടുനിൽക്കണം. മംഗലത്തിൽ നമ്മുടെ വീട്ടിലെ കല്യാണം അത് പാവപ്പെട്ടവന്റേതാണെങ്കിലും പണക്കാരന്റേതാണെങ്കിലും ഈ കല്യാണത്തിൽ ഹറാമുകൾ കൂടിക്കലർന്നാൽ മക്കള് സാലിഹീങ്ങളാവൂല, മക്കൾ ഉപകാരപ്പെടൂല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂല. ഹറാമുകളില്ലാത്ത കല്യാണം ഒരു വാരമൊന്നും സ്റ്റാർട്ടാവിടെ മങ്ങില. കളറ് വ്യത്യസ്ത അല്ലെ. ഫ്രണ്ട്സിന് വേറെ ഓരോന്നിന്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാഴ്ച 10 ദിവസം 15 ദിവസം മംഗലം. ഇൻവിറ്റേഷൻ കാർഡ് പോലും അതേ കളർ അല്ലെ, ബ്യൂട്ടിഫുൾ. ഇത് കണ്ടിട്ട് ഒരു മാഷാ അല്ലാ അല്ലെ, ഇത് കണ്ടിട്ട് മാഷാ അല്ലാ ആണല്ല പറയേണ്ടത്. നഊദു ബില്ലാഹ് ഇന്നാ ലില്ലാഹ്. എന്തൊരു മുസീബത്താണ്, എന്തൊക്കെയാണ് ഇതെല്ലാം പരസ്യമാക്കിയിട്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റ് രഹസ്യമായ 100 തെറ്റിനെക്കാട്ടിയും വലുതാണ്. സീക്രറ്റായ 100 തപ്പുര കാട്ടി റബ്ബുരുട്ടുക ശിക്ഷയുള്ള വിഷയ പരസ്യമായ ഒരു തെറ്റാണ്. അല്ലാഹു തആല ലാ യുഹിബ്ബുല്ലാഹുൽ ഫുഷ്. അല്ലാഹു ഫുഷ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹുക്ക് അത് ഇഷ്ടമല്ല, അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഈ മോശങ്ങളായ അവസ്ഥകൾ ഉമ്മ ഉപ്പ ഒന്ന് തീർമാനിക്കണം. നണ്ടൗത്ത് നണ്ടമോന്റെ മങ്ങില, നണ്ടമോളെ മങ്ങില. അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെടാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏതുമാകട്ടെ 4 കാര്യം വിജയമാണ്. അതിൽ ഒന്നാമത്തത് സാലിഹത്തായ ഭാര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മറ്റൊരു ഹദീസിൽ കാണാം, വസൗജു സാലിഹ് അല്ലേ, നല്ല ഭർത്താവും നല്ല ഭാര്യ, സ്വാലിഹായ ഭാര്യ, സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹായ ഭർത്താവ്. ഇത് കിട്ടുക കല്യാണം കഴിക്കുമ്പോ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടണമെന്നാണ്. ദീന് നോക്കണം. ആണും പെണ്ണും നോക്കേണ്ടത് ദീനാണ്. കളറല്ല, മോഡലല്ല, സമ്പത്തല്ല, സ്വത്തല്ല അല്ലെ. ഇപ്പൊ വരദക്ഷിണ എന്തില്ല. പിന്നെ ഇപ്പൊ ബ്രോക്കർ റേറ്റ് കേക്കറ് മൂത്തോലുക്ക് എത്ര ഇട്ടാൾ, മൂത്തോലുകോ എത്ര ഇട്ടു, അയാൾക്ക് എന്തൊരു ആസ്തി ഉണ്ടോ അപ്പമേ കണക്കൂട്ടിട്ടായിട്ട് മരിച്ചെങ്കിൽ അയാൾ കണ്ണും പോയെങ്കിൽ നമുക്ക് ഇത്ര കിട്ടു ഓതി കേക്കറില്ല. ഡിമാൻഡില്ല. ഡിമാൻഡ് വെച്ച കാലത്ത് ചില്ലറ ഞാൻ കൊടുത്തു തിന്നാറ്. അതിരാട്ടി വലിയ മുസീബത്തിപ്പ. പിന്നെ
അല്ലേ? ചന്ത ഇല്ലാണ്ട് കണ്ടെങ്കിൽ എന്തിനെങ്കും വേണ്ട. ഈ ഒരു അവസ്ഥ പാടില്ല. ആ സ്വാലിഹത്തായ ഒരു പെണ്ണ്, സ്വാലിഹായ ഒരു ഭർത്താവ്, ആ നീയത്തിലാണ് തേടേണ്ടത്. ഇതങ്ങനല്ല. ബസ് സ്റ്റാൻഡിൽ നിന്റെ അവിടെ ഗതമൊളിഞ്ഞവ, നിന്റെ അപ്പയുടെ പേരെന്തര, നിന്റെ അപ്പയുടെ ഒരു നമ്പർ ഇതാ, അദ്ദേഹം പിന്നെയും തൊന്തരയില്ല. പിന്നെ കോളേജിൽ കണ്ടവർ, റോട്ടിൽ കണ്ടവർ, ഹോസ്പിറ്റലിൽ കണ്ടവർ, ഒരു വക്കത്ത് ഹോസ്പിറ്റലിൽ നോക്കിയ ഒരു പെണ്ണിടെ മങ്ങിലായിട്ട്, പിന്നെ നോക്കുമ്പോ ടോയ്ലറ്റ് പോയിട്ട് ചിലുക്കിട്ടെങ്കിൽ ഭർത്തേ വെള്ളവും ലാസ്റ്റ് മക്കളേതാ ബൊബിട്ടെങ്കിൽ പോ പിടിച്ചു പോകുന്നു. ദീക്കല്ല ആ നല്ല മക്ക ഹോസ്പിറ്റലിൽ പോയി ബർമ്മത്തൊരു ചന്തത്തെ പെണ്ണിടെ നോക്കിയിട്ട് ഗുർത്തായിട്ട് ആ ഉണ്ടായിട്ട് മങ്ങിലായിട്ട് ബാത്റൂം ഒരു ബണ്ടമേല ജണ്ട് നാൾ നോക്കും വിട്ടു നോക്കുമ്പോ ലാട്ട ഉത്തരങ്ങൾക്കെല്ലാം ഫോൺ ആക്കിയിട്ടാകുമ്പോ ചെന്നാറ് ഒരു ടാബ്ലെറ്റ് ഉണ്ട്, അത് മാത്രം അവിടെ ഞങ്ങൾ തറകും വിട്ടു ഒരു ടാബ്ലെറ്റ് പെർമനന്റ്. അപ്പൊ അങ്ങ് കേട്ടാറ് നിങ്ങൾ ചൊല്ലണ്ടേ ഫസ്റ്റ് ടാബ്ലെറ്റ് ഉണ്ടല്ല ചൊല്ലണ്ടേ. അങ്ങ് കേട്ടാറ് നിങ്ങൾ ഫസ്റ്റ് കേൾക്കണ്ടേ ഹോസ്പിറ്റലിലേക്ക് എന്തിനൊക്കെ വന്നിരേണ്ടി ഏത് പോലും മറന്നാക്കുക വന്നിരുന്നു ഞങ്ങൾ. പിന്നെ ഇങ്ങോട്ടെ ഞങ്ങൾ ചൊന്നിട്ടില്ലേ വേണ്ട വേണ്ടാണ്ട് നിങ്ങൾ മേലെ ഒറ്റയാക്കി. ഇങ്ങനത്തെ പരിസ്ഥിതി എന്തെന്നില്ല ഏതൊന്നില്ല. ഒട്രാസി ചന്ത കണ്ടെങ്കിൽ എന്തു ആകുന്നുള്ള അർത്ഥം പാടില്ല. സ്വാലിഹത്തായ പെണ്ണ്, സ്വാലിഹായ ഭർത്താവ്, ദീനുള്ളവരെ കൊണ്ട് നീ വിജയിച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുണ്ടാകണം ഭാര്യക്കും ഭർത്താവിനും. ആ ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദീനുള്ളവരെ നോക്കി തെരഞ്ഞെടുക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുണ്ടാകണം. മംഗലത്തിന്റെ അന്നും നിസ്കാരം കളാക്കുന്നവർ, ഒരുത്ത് പെണ്ണോട് നിസ്കാരം കളാക്കണ്ടാണ് കേട്ടപ്പോ എഴുതിട്ട് ക്വസ്റ്റ്യൻ വന്ന് അപ്പൊ ഒന്നാക്കിങ്ങ് മേക്കപ്പ് ഉള്ള ഫോണിലേന്ന് ഞാൻ കേട്ട മേക്കപ്പ് ഇടുകാറ് ചൊന്നരുത് ഇവരെന്താക്കുന്നത് ഒന്നാക്കി മേക്കപ്പ് പോകാതിരിക്കുന്ന. ഇനി മേക്കപ്പ് ഒന്നാക്കിങ്ങ് മേക്കപ്പ് പോന്ന ഇപ്പത്തെ മേക്കപ്പ് പൈൻ്റ് അടിച്ച പോലെ ഒരു വാറ 14 ഇരിക്കുന്നു. 14 കഴിഞ്ഞ് നോക്കുമ്പോ കറുത്തിരിക്കുന്നു. ഇപ്പൊ ഈ ആളെയല്ല ചേഞ്ച്. ഈ രൂപത്തിലുള്ളതാണ് കോലം മറിക്കലിൽ. അത് പെട്ടുപോകുമോ? ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് കോലം മറിക്കുന്നവരെ ഇഷ്ടമല്ല. ഈ മേക്കപ്പുകൾ ഒരുപക്ഷെ കോലം മറിക്കുന്നതിലേക്ക് പോലും എത്തിപ്പെടാൻ അവസരം വന്ന അങ്ങനെ കോലം മറിക്കപ്പെട്ടവർ നാളെ മഹ്ശറയിൽ കോലം മറിക്കപ്പെടുമോ? അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് തുടങ്ങിയാൽ അല്ലെ എന്തെല്ലാം പ്രോമിസ് ഉണ്ടായി, എന്തെല്ലാം സത്യം അവിടെ വിളിച്ചു പോകുന്നുണ്ട്, ഇവിടെ വിളിച്ചു പോകുന്നുണ്ട്. കറലെ മുത്തേ തേനെ പാല് എല്ലാം വിളിച്ചിട്ട് എല്ലാം ഫസ്റ്റ് മാത്രം മങ്ങലായിട്ട് നോക്കുമ്പോ എന്തില്ല. പിന്നെ പാല് തരുന്ന ജീവനത്തിന്റെ പേര് വിളിക്കുന്നത് കണ്ടോ പോലെ അങ്ങനത്തെ എല്ലാം ബടക്ക് ചീത്ത വിളിക്കുന്ന. അങ്ങനെ ആവരുത്. ദീനുള്ളവരാകണം. നല്ല ദീനുള്ളത്. ഇപ്പൊ നിങ്ങൾ അന്തജാക്കണ്ട ഏന് ദീനുള്ള ദ്യോട്ടരാക്കേണ്ടത്. ഇപ്പൊ എന്താക്കുന്നത് ഇതിന് ഉള്ളത് രജിസ്റ്റർ ആക്കിയോണ്ട് പോണ്ട്, തട്ടിയോണ്ട് മുട്ടിയോണ്ട് അല്ലെ. ഇപ്പൊ എന്ത് അന്തജാക്കിയിട്ട് കൊണ്ടില്ല. പണ്ടേ നോക്കണേ ദീനുള്ളത്. അള്ളാഹു ഞങ്ങളെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് അള്ളാഹു നീ ഖൈർ നൽകണം. നല്ല ദീനുള്ള പെണ്ണ്, നല്ല ദീനുള്ള പുതിയാപ്പള. ഇതാണ് നമ്മുടെ മക്കൾക്കും എല്ലാം നോക്കേണ്ടത്. അങ്ങനെയാണ് ദീനുണ്ടാകണം. ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ നല്ല അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അന്നാറാ. ഏതൊരു പെണ്ണും മരിച്ചുപോയി, ആ മരിച്ചുപോയ പെണ്ണിന്റെ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെട്ടവനാണ്, സമാധാനപ്പെട്ടവനാണ്, സന്തോഷത്തിലാണ്. അവൾ സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവായ ആണിന്റെ പൊരുത്തം പെഞ്ഞായിയായ പെണ്ണിന് എപ്പോഴും വേണം. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തോളെ ഉംറ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത ഓൺലൈനോ ഓഫ്ലൈനോ മജ്ലിസുകൾ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തവരുടെ സിയാറത്ത് അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവ് ജീവനോടെ ബാക്കിയുണ്ട്, തലാക്ക് ചെയ്യാതെ ബാക്കിയുണ്ട്, എന്നാൽ അവളുടെ പൊരുത്തം അത്യാവശ്യമാണ്. അവന്റെ പൊരുത്തം അവൾക്ക് അത്യാവശ്യമാണ്. ഭർത്താവിടെ ഹസ്ബൻഡിനെ പുറത്ത് വേണു, എപ്പവും വേണോ. അത് ഉമ്മയുടെ ഒത്തുകു. നിന്റെ ഉമ്മയേക്കാൾ പെങ്ങളെ, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ മക്കളേക്കാൾ അള്ളാഹും അവന്റെ റസൂലും കഴിഞ്ഞ പിന്നെ ഏറ്റവും നീ പിർസ വെക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും റെസ്പെക്ട് വെക്കേണ്ടതും നിന്റെ ഹസ്ബൻഡിനോടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ പെണ്ണിങ്ങളെ ഔത്തുരങ്ങ ഹസ്ബൻഡിനെ പറഞ്ഞെങ്കിൽ കളിയാക്കിയെങ്കിൽ
ചില പെണ്ണിങ്ങൾക്ക് ബേജാറാവില്ല, എല്ലാവർക്കും അല്ല ബേജാറാവില്ല. അതേ സ്ഥാനത്ത് ഈ ഹസ്ബൻഡിന്റെ ഉത്തരങ്ങ ഈ ಒಳ್ಳೆ ഉമ്മരമ അബ്ബരമ എന്തെങ്കിലും ചൊന്നെങ്കിൽ പിന്നെ ഒരു വാറ ബേജാറ് അർസ ഇങ്ങനെ അല്ല. നിന്റെ ഉമ്മയെക്കാട്ടിയും നിന്റെ ഉപ്പയെക്കാട്ടിയും നീ സൂക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിന്റെ ഭർത്താവിനെയാണ്, ഹസ്ബൻഡിനെയാണ്. അതെത്ര വയസ്സായെങ്കും സമ. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയുണ്ട്. ബാല്യത്തിലൊന്നും പ്രശ്നമല്ല, ബാലക്കാരായിട്ടിരിക്കുമ്പോ എന്നും പ്രശ്നമല്ല. വയസ്സാകുമ്പോ പെണ്ണുങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോയെങ്കിൽ എന്ത് നാള് കൂടെമേന്ദ്ര അടിഞ്ഞോണ്ടു ഒരു 4 4 മോളിലെ ഒത്തു പോയിട്ട് തെച്ചു വരും. ഉടക്ക് പണ്ട് മോളിലെ ഒത്തു കേട്ടപ്പ വേണ്ട വേണ്ട ഇവിടെ അങ്ങനെയുള്ളാറ് ഇങ്ങുള്ളാറ് പണ്ട് ഇപ്പ നോക്കറ് തെച്ചു പറ നോക്കാം. ഈമാക്കൊരു സ്വതന്ത്രമായിട്ട് ഒന്ന് ജോലിയാക്കാൻ ആരെ ഇയാളെ കടത്തുന്ന വയസ്സായിട്ടാകുമ്പോ അല്ലേ. എല്ലാരും പ്രിയപ്പെട്ട ഉമ്മാണ്ടല്ല ഉറുതി ആക്കിയിട്ടുണ്ടല്ലേ. അബ്ബക്ക് ബലമേ ഇല്ല വാ. എല്ലാരും ഉമ്മയുടെ മേ വാതാക്കരുത് അല്ലെ. വാലായങ്ങും സമ, ഡയലോഗ് ആയങ്ങും സമ, സ്റ്റേറ്റസ് ആയങ്ങും സമ, എല്ലാം ഉമ്മരതേ വേണ്ടി പറഞ്ഞു. നല്ലതേ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ഉമ്മകൾ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. മരിച്ചുപോയ ഉമ്മകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മമാർക്ക് ദ്വാരക്കൊണ്ട് എല്ലാം വേണം. സൈഡിലൊരു അബ്ബവും വേണം, വേണ്ടാണ്ടില്ലവാ. നിന്റെ ഉമ്മക്ക് സ്വർഗത്ത് പോണാണ്ടായെങ്കിൽ നിന്റെ അബ്ബടെ പുറത്ത് വേണോ അല്ലേ. ഒരു പക്കത്തേക്ക് വിളിച്ചു പോയോർത്ത വാസ്തു നോക്കൊണ്ട് മനുഷ്യന്മാർക്ക് എന്തു നിസ്കരിക്കൊന്നും പുരുഷത്തില്ല. ഒരു മര്യാദക്ക് താടി വെക്കോ അത്ര വാസ്തു എന്തില്ല. തലക്ക് ടൊപ്പി വെക്കുന്ന വാസ്തു എന്തില്ല. ഇമാം ജമാഅത്തേക്ക് പോകേണ്ട വാസ്തു ഇല്ല. ഈ വാസ്തു ഏതും ഇല്ല. ഇങ്ങനത്തെ വാസ്തു എന്തില്ല. പിന്നെ ഇതിരെ പഠിച്ചിട്ട് അവിടെ അതിരെ പഠിച്ചിട്ട് ഇവിടേക്ക് ഇതൊരു ഭയങ്കരമായ ഭൂമിശാസ്ത്രം എന്തും ഇല്ല. അധികം അപ്പുറം അതെല്ലാം ഉണ്ട്, ഇന്നതുണ്ട്, ഇല്ലാത്തതില്ല, ഏതും ആവട്ടെ. പോയിട്ട് എത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് എവിടെ ചൊന്ന് ഉസ്താദ് മങ്ങിലെടുക്കും ബെഡ്റൂമിടെ ഒരു ഷോട്ട് ഉണ്ട് ഉസ്താദ് എന്തെങ്കിലും അപ്പുറം ഇപ്പറാക്കിയിട്ട് പോയിട്ട് എത്തിയിട്ട് സർബത്ത് കുടിച്ചിട്ടില്ല. അയാൾ കേൾക്കട്ടെ ഉസ്താദ് ഈ ഇതിര ഉത്തര കണ്ണിമൂല എവിടെ? കണ്ണിമൂല ഇതിര കണ്ണിമൂല ഉണ്ടല്ലോ മാസ്റ്റർ ബെഡ്റൂം അതിരെ ഇത് എവിടെ ഉസ്താദ്? ഞാൻ ചൊന്ന നോക്കാം അല്ല സബൂർ അല്ല നിങ്ങൾ വേഗം നോക്കി നോക്കുമ്പോൾ സീറ്റിട്ട് 10 എത്ര എക്സ്ട്രാ ഇത് ആയത്തുക ഇല്ല ഉസ്താദ്, അത് നിങ്ങളെ കണ്ണിമൂല ആവുക. ഞാൻ ചൊന്ന ഇല്ല. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ കേട്ടെ എന്തേ അല്ല അങ്ങനല്ല ചൊല്ലിട്ട് നിങ്ങൾ പുറത്ത് കിടക്കണം ഉണ്ടാറ് യജമാനത്തി മക്കളല്ല ചൊല്ലിട്ട് പുറത്ത് കിടക്കണം. ഈ സിമെന്റ് സീറ്റിൽ നക്കാവില്ല ആറ് ഇയാളെ തിന്നിട്ട് മങ്കാക്കി വെച്ചിരുന്ന കണ്ണിമൂല എതിർക്ക് പോണ്ടു. നീ അവിടെ കിടക്കണോ ഈ റൂം മോണ് കൊടുക്കണോ ഉസ്താദ് നേരായിട്ട് ചൊല്ലിട്ട് കണ്ണിമൂല ഫോണിലല്ല പറ ഫോണില് നാട് ജീവഭയം നാ കൂടെ കിടക്കര് അങ്ങനെ വേണമെങ്കിൽ അവിടെ കിടക്കട്ടു. എങ്ങനെ ഈ വയസ്സായ അബ്ബരെ എങ്ങനെ പുറത്താക്കും ബെഡ്റൂമിൽ ഷോർട്ട് ഉണ്ട് പുറത്താക്കും നക്കിത് കൊണ്ടുണ്ട ഈ നാട്ടകല്ല. ഈ രൂപത്തില് വയസ്സായിട്ടാകുമ്പോ അബ്ബമാർക്ക് ഔത്തര ഉൾക ബലയില്ലാത്ത പോലത്തെ ഒരു പരിസ്ഥിതി ഉമ്മമാരെ നമ്മളെ കൊണ്ട് വരാൻ പാടില്ല. ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കളോട്, ഇതാ നിന്റെ അപ്പരൊട്ടു കേട്ടിട്ടാവണോ, ഇതാ നിന്റെ അപ്പരൊട്ടുക പൽക്ക പറയി, ഇതാ നിങ്ങൾക്ക് കാശ് തറുമ്പോ മോണെ നീ അബ്ബകണ്ടായെങ്കും കൊടുത്തേ. ഇങ്ങനെ നിന്റെ ഉപ്പയോട് സ്നേഹം വേണമെന്ന് മക്കൾക്ക് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഏതുമാകട്ടെ ഈ ഭർത്താവിനെ ബഹുമാനത്തോടെ കാണണം. ഹസ്ബൻഡിനെ എവിടെയും നീ ചെറുതാക്കരുത്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നിന്റെ ഹസ്ബൻഡ് നിന്നെയും നിന്റെ മക്കളെയും പോറ്റാൻ എന്ത് ത്യാഗമാണ് വരുന്നത്. അതുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോകാൻ പാടില്ല. ഭർത്താവിന്റെ മനസ്സ് ബേജാറിലാവാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെടുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം. ഇതോ നക്ക് വേറെ മുമ്പലായിട്ട് 4 നാളായിട്ട് കേട്ടായാൽ ഒരുക്കാങ്ങോ കേട്ടുത്താ സുമാറായിരാണ്ട് അല്ലെ നക്ക് തലനൊമ്പല 8 നാളായിട്ട് കേട്ടായാൽ ആ രക്ഷരൊണ്ടിട്ട് പോയിട്ട് മർന്നിട്ട പാട്ട് ചുന്ദരല്ലാണ്ട് അയാൾ പിന്നെ എന്ത് തോല കേട്ടുത്തായാൽ അങ്ങനെ ആവാനും പാടില്ല. കേൾക്കണം, പറയണം, സുഖാന്വേഷണം വേണം. എന്ത് ചെയ്താലും നിന്റെ ഭർത്താവ് അല്ലാഹു നിനക്ക് തന്ന രാജകുമാരനാണ്. അവനെ ബഹുമാനത്തോടെ കാണണം, സ്നേഹത്തോടെ കാണണം. അവന്റെ പൊരുത്തം നിനക്ക് ഉമ്മയുടെ പൊരുത്തത്തെ കാട്ടിയും അബ്ബയുടെ പൊരുത്തത്തെ കാട്ടിയും നിനക്ക് വലുത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മറ്റൊന്ന് നമ്മുടെ ഭാര്യ. ആണുങ്ങളോട് പറയുന്നു, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വൈഫ്, നമ്മുടെ പെഞ്ഞായി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി എല്ലാവും മറന്ന് എല്ലാവും ഒഴിവാക്കി നമ്മുടെ കൂടെ ജീവിക്കുകയാണവർ. നമുക്ക് ആശ്വാസമാവുകയാണവർ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. നമുക്കവർ ആശ്വാസമാണ്.
നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് വന്ന നമ്മുടെ ഭാര്യ, ആ ഭാര്യയെ നീ റെസ്പെക്റ്റോടെ കാണണം, അവളെ നീ ബഹുമാനിക്കണം, അവരെ നീ സ്നേഹിക്കണം, അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അവർ ചോദിക്കാതെ ചെയ്തു കൊടുക്കണം. അവർ ചോദിക്കേണ്ടതില്ല. ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടയിടത്ത് സ്നേഹം കൊടുക്കണം. അവർക്ക് ഫുഡ് കൊടുക്കണം. അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. അവരുടെ രോഗങ്ങൾ വന്നാൽ ചോദിക്കണം. അവരെ ആശ്വസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അവരോട് കളിക്കണം, തമാശ വേണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓടി കളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന നേരത്ത് 2 കപ്പ് 2 പാട്ട് ഒട്ടുകുവച്ചിട്ട് ആയിഷ ബീവി കൊടുക്കാണ്ട് അങ്ങനെ പല തമാശകളും ഉണ്ടാകിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ചെറിയ ഫോൾട്ട് വന്നാൽ, അല്ലേ, എന്തെങ്കിലും ഒരു തൊന്തര, ചെറിയ ഒരു യാറകൊറോടി വന്നേട്ട് കണ്ടെങ്കിൽ നക്ക് പണ്ടേ അയാൾ ചൊന്നിന്ത് നിന്റെ റായട്ടേൽ കാക്ക അയാൾ ചൊന്നിന്ത് കൊണ്ടാൾ അബ്ബവും സമയമില്ല, ഉമ്മൻ സമയമില്ല, പിന്നെ എങ്ങനെ മക്ക സമയക്കര് നന്റെ ബ്രോക്കർ കൊണ്ടായിട്ട് നന്റെ ഇതിരാട്ടിയോണെങ്കിൽ കൊള്ളാന്ത് ഈ മുസീബത്തിനെ വലിച്ചിട്ടാൽ നന്റെ മേലെ ഇങ്ങനെ പറയാ പാടുള്ളതല്ല. ഭാര്യമാരിൽ നിന്ന് അഹ്മദുൽ കബീറുർ റിഫായി റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ വൈഫ് ദേഷ്യം വരുമ്പോ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി പോയിട്ട് റിഫായി ഷേഖ് വെച്ചോ ഇന്നൊരവസ്ഥ. എങ്ങനെ അർസബന്നെങ്കിൽ ചട്ടുവ ചൂടാക്കിയിട്ട് എടുത്തു പോയിട്ട് റിഫായി ഷേഖ് ചൂട് തട്ടുവാട്ട് ഭയങ്കരമായ ചൂട് കൊണ്ട് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊലിയിൽ പൊള്ളൽ വരുമായിരുന്നു. അങ്ങനെ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി വെച്ചോ. ഏനാണിങ്ങ ഇയാളെ വാളുക വിളിച്ചിട്ട് വലിയ മുസീബത്താക്കുവല്ല. നാളെ ഇങ്ങ ഇരുമ്പ് കത്തിയാലെ ചൂടാക്കി എടുത്ത വന്ന് വെച്ചെങ്ക് നാണാലല്ലവാ. ഇപ്പൊ റിഫായി ഷേഖ് ഇല്ല, സബുറാക്കും അപ്പവേ കിട്ടു ചൂടാക്കിയിട്ട് പെറോ. അതുകൊണ്ട് അത്ര അങ്ങനെ ആക്കിയിട്ട് പോലും ആ പെഞ്ഞായിര തൊലാക്ക് ചൊല്ലുക റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. വേണ്ട, നക്കിക്കട്ട് സബൂറിന്റെ പേരിൽ നക്കല്ലാഹു പ്രതിഫല തണ്ടെങ്ക്, നക്കല്ലാഹു സബൂറിന്റെ പേരിൽ പ്രതിഫല തണ്ടേണ്ടായെങ്ക് ആ പെഞ്ഞായരെ ഒരു പളക്ക സമയത്ത എന്തും ചൊല്ലുക റെഡിയായില്ല മഹാനവറുകൾ. നമ്മളെ വൈഫിന്റെ കറിക്ക് തെല്ല് ഉപ്പ് മാത്ത് ഏറിയെങ്ക് ഇത് മുസീബത്ത് ബന്നപ്പ തുടങ്ങി ഇങ്ങനെ ഒന്ന ചപ്പ അല്ലേ ഉപ്പ് നന്റെ ശനി എന്ത് ചൊല്ലട്ട് അപ്പുറത്തെ ഉത്തര മണക്കര കേക്കില്ലേ, മണക്കര വിസിലെ സൗണ്ട്. എന്ത് നല്ല ഫുഡ്, ഹൈദരാബാദ് ബിരിയാണി അവിടെ തിന്നണോ ഉള്ളോട്ട. ആ ആയിത്ത് ഇന്നതും പോകുന്നല്ലാതെ പാടില്ല. ഫുഡെല്ലാം ആക്കിയിട്ട് പെണ്ണിങ്ങ അയാൾ തിന്നുമ്പോ മുട്ട തെച്ചിട്ട് നോക്കൊണ്ടോ 5 മിനിറ്റ്. ഈ മനസ്സ തിന്നര ഗബ 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 തിന്നരല്ലാണ്ട് ഒരു അക്ഷരമുണ്ടല്ല. അങ്ങനെ ആവത്തീറ ബായിക എടുത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാ ഇതാറാക്കി നീനാക്ക് മാഷാ അല്ലാ സാമ്പാർ ചൊന്നെങ്കിൽ ഇത് 1.5 സാമ്പാർ 4 ചൊല്ലണ്ട, ഒരു 4 പോട്ടെ ഗടിപിടിയാക്കണ്ട. ഇന്റെ 4 ചൊന്നെകൊന്ത നക്കൊന്തുണ്ട് നന്നെ നല്ല ആക്രമാൻ അതൊരു 4 മറക്ക് നിർക്കും. മറന്നപ്പോ എന്താക്ക നല്ലത് പറയണം. കറിയില്ല നബിയെ, കറിയില്ല, സുർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിഅമല്ലതും എന്തൊരു നല്ല കൂട്ടാനാണ് അൽ ഖല്ലു സുർക്ക, അല്ലെ, വിനീഗർ എന്തൊരു നല്ല കൂട്ടാനാണ്. അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്ത് 63 വയസ്സിൽ ഒരൊറ്റ ഫുഡിനെയും റസൂലുള്ളാഹി ഐബ് പറഞ്ഞിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. ഒരു ഫുഡിനെയും ചീത്ത പറഞ്ഞിട്ടില്ല, കുറവ് പറഞ്ഞിട്ടില്ല.